വീഡിയോ ആണ്. ബഹുമാനരെ, നമ്മുടെ മുഖ്യാതിഥിയായി ഇന്ന് എത്തിച്ചേർന്ന ശ്രീ എം വി ശ്രേയംസ് കുമാർ സർ, മുൻ MP MLA അദ്ദേഹം മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ, പത്രപ്രവർത്തനം, പൊതുസേവനം, കോർപ്പറേറ്റ് നേതൃത്വം എന്നിവ കൂടാതെ മാധ്യമരംഗത്തും നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ്. ദേശീയ മാധ്യമ സ്ഥാപനങ്ങളിലും പ്രധാന പങ്കുവഹിക്കുന്നു. മാതൃഭൂമി സീറ്റ് ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് തുടങ്ങിയ ഫലപ്രദമായ സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകി. നിലവിൽ കേരള ടെലിവിഷൻ ഫെഡറേഷൻ KTF പ്രസിഡന്റ് കൂടിയാണ്. മാതൃഭൂമി പ്രിന്റിംഗ് ആൻഡ് പബ്ലിക്കേഷൻസ് MD കൂടിയായ ശ്രീ ശ്രേയംസ് കുമാർ സാറിനെ സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി വിനയപുരസരം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ബഹുമാന്യര്, ആങ്കർ പറഞ്ഞു നിറഞ്ഞ സാന്നിധ്യം. അത് പണ്ട് നല്ല തടി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ഇപ്പം തടി കുറഞ്ഞു. അത് നിറഞ്ഞ സാന്നിധ്യം മെലിഞ്ഞ സാന്നിധ്യമാണ്. ഏതായാലും കേരള വിഷൻ്റെ ഈ ആഘോഷത്തിൻ്റെ ഭാഗമായി പങ്കെടുക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഏകദേശം മാധവൻ പറഞ്ഞു കഴിഞ്ഞു. 6000 പേരുടെ ഒരു കൂട്ടായ്മ, 2 പേരിരുന്ന് കഴിഞ്ഞാൽ 100 അഭിപ്രായ വ്യത്യാസമുള്ളൊരു സ്ഥലത്ത് 6000 പേര് ഒരുമിച്ച് നിർത്തി ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി അവരെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ വലിയ സംരംഭമാക്കി മാറ്റിയത് അത് ചെറിയൊരു അച്ചീവ്മെൻ്റ് അല്ല, അത് വലിയൊരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇന്നിപ്പോൾ കേബിൾ TVയുടെയും DTHൻ്റെയും നോക്കുകയാണെങ്കിൽ കേബിൾ TV ഏകദേശം 35% ഡ്രോപ്പുണ്ട്, DTH 25%. ആ സന്ദർഭത്തിലും ഇന്ത്യയിൽ തന്നെ ഏകദേശം 4ാമത്തെ കേബിൾ TV ഓപ്പറേറ്ററായി മാറാനും അതുപോലെ തന്നെ ബ്രോഡ്ബാൻഡ് സർവീസിൽ ഇന്ത്യയിൽ ഏകദേശം ആദ്യത്തെ 10 സ്ഥാനങ്ങളൊന്നും നേടാനും KCSന് സാധിച്ചു എന്നുള്ള വലിയ നേട്ടം തന്നെയാണ്. നമ്മുടെ മുമ്പിൽ ഇന്നും മാറുന്ന സാഹചര്യങ്ങളാണുള്ളത്. ഇപ്പം നേരത്തെ ഇവിടെ പറഞ്ഞു പരസ്യത്തിൻ്റെ എങ്ങനെയാണത് വിനിയോഗിക്കുന്നതെന്നുള്ളത്. പണ്ട് ടെലിവിഷനും പ്രിന്റും ഡോമിനേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഡിജിറ്റലാണ്. ഏകദേശം 1,20,000 കോടിയാണ് ഇന്ത്യയിലെ ഡിജിറ്റൽ മേഖലയിൽ ഈ വർഷം ഉണ്ടാകാൻ വേണ്ടി പോകുന്ന പരസ്യം എന്നുള്ളതാണ്. 80,000 മുതൽ 1,20,000 കോടി വരെ പല ഏജൻസികളും അങ്ങനെയാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ 70% 3 സ്ഥാപനങ്ങൾക്കാണ് പോകുന്നത്. അതുമാത്രമല്ല, ഈ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടുതൽ പറഞ്ഞു. ഇപ്പം നമ്മളിപ്പം ഡിജിറ്റലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഡിജിറ്റൽ എങ്ങോട്ടാണ് വേണ്ടി പോകുന്നത്? വി ആർ ഗോയിങ് ടു ഫേസ് എ no click scenario very soon. Like now what we look at click rates on our digital platforms. Now AI will take care of it. ഈ തരത്തിൽ ടെലിവിഷനിന് എക്സിസ്റ്റ് ചെയ്യുമോ? മേ ബി ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം. 5 to 10 years you won't see the television sets anymore in your home. You don't need it. മൊബൈൽ ഫോൺ ഇനി ഉണ്ടാവുമോ? ഇതൊക്കെ നമ്മളെ പ്രചോദിപ്പിക്കേണ്ട കാര്യങ്ങളാണ്. അതായത് നമ്മളിന്ന് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന മൊബൈൽ ഫോണിനെയാണ്. അത് ഈ രൂപത്തിൽ നിന്നുണ്ടാവും, അതുണ്ടാവും, പക്ഷേ ഈ രൂപത്തിലായിരിക്കുമോ? അങ്ങനെ വലിയ മാറ്റങ്ങൾ വരുന്ന ഈ കാലഘട്ടത്തിൽ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇപ്പം നേരത്തെ ഒരു വീഡിയോ കാണിച്ചു, പുതിയ പല മേഖലകളിലേക്കും കടക്കാൻ വേണ്ടി ഉള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ഇവിടെ ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ പറഞ്ഞ പോലെ സ്വപ്നമുണ്ടെങ്കിൽ മാത്രമേ അത് സബലീകരിക്കുവാനും അതിലേക്ക് പ്രവർത്തിക്കാനും സാധിക്കുകയുള്ളൂ. വലിയ സ്വപ്നങ്ങൾ നിങ്ങൾക്കുണ്ട്, വലിയ സാധ്യതകൾ നിങ്ങളുടെ മുമ്പിലുണ്ട്, വലിയ കൂട്ടായ്മയുണ്ട്, ഒത്തൊരുമയുള്ള മനസ്സിനെ ഏകോപിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മനസ്സിനെ വിജയിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. 6000 ആൾക്കാരുടെ 6000 സ്ഥാപനങ്ങളുടെ ഒരു മനസ്സിനെ ഒരുമിക്കാൻ വേണ്ടി സാധിച്ചത് വലിയ കാര്യമാണ്. അപ്പം ഈ വരുന്ന പുതിയ ചാലഞ്ചുകളെ ഈ നിങ്ങളുടെ മഹത്തായ പ്രവർത്തനത്തിലൂടെ അതിലേക്ക് കടന്നു ചെന്ന് പുതിയ മേഖലകൾ കണ്ടെത്തി വളരാൻ സാധിക്കുന്ന കാര്യത്തെക്കുറിച്ച് എനിക്കൊരു സംശയവുമില്ല. ഇപ്പം മാധവനോട് പറഞ്ഞു, ഇപ്പോൾ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ മതി എന്നാണ് പറഞ്ഞത്. സ്ക്രിപ്റ്റ് റൈറ്റർ പ്രോംപ്റ്ററാണ് വേണ്ടത്, പ്രോംപ്റ്റിംഗ് എഞ്ചിനീയറാണ്. ഇപ്പോൾ ലോകത്തിലിപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഞാനൊന്ന്
ഞാൻ വായിക്കായിരുന്നു, ഹാർവേഡ് ബിസിനസ് സ്കൂളിൽ പഠിച്ചു വരുന്ന MBA സ്റ്റുഡൻസിന് 30% ആൾക്കാർക്ക് ഇന്ന് ജോലി ലഭിക്കുന്നില്ല. ഇന്ത്യയിലെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടായ IIM പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചു വരുന്ന കുട്ടികൾക്ക് പണ്ടൊക്കെ 100% പ്ലേസ്മെൻറ്റാണ്. പഠനം തീരുന്നതിന് മുമ്പ് തന്നെ അവർക്ക് പല ആൾക്കാർക്കും പ്ലേസ്മെൻ്റ് ഇല്ല എന്ന്. കാരണം ആൾക്കാർ ഡിമാൻഡ് ചെയ്യുന്നത്, ഇപ്പോൾ ഹാർവേഡ് പോലത്തെയോ യെയിൽ പോലത്തെയോ മറ്റ് വലിയ മാനേജ്മെൻറ്റ് സ്കൂളിൽ നിന്ന് ഗ്രാജുവേറ്റ്സ് ഉണ്ട്. അവർ ദേ ഡിമാൻഡ് മോർ സ്കിൽ സെറ്റ്സ്. ആ സ്കിൽ സെറ്റ്സിനാണ് അവർ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. സോ if an undergraduate has got more skills than an MBA Harvard graduate, they prefer that undergraduate because he's got more skills and he comes cheaper also. അപ്പോൾ നമ്മളുടെ വിദ്യാഭ്യാസ രീതി നോക്കുകയാണെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്നത് ഇപ്പോൾ എന്താ, ഇന്നലെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. നാളെ വരാൻ വേണ്ടി പോകുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ട് എന്താ നമ്മളെ പാഠ്യപദ്ധതിയിലുള്ളത്? ഒരു 5 വർഷം കൊണ്ട് ലോകത്ത് വരാൻ വേണ്ടി പോകുന്ന തൊഴിലവസരങ്ങൾ എന്തായിരിക്കുമെന്ന് പറയാൻ ഇന്ന് നമുക്ക് സാധിക്കില്ല. ഇപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് വേണ്ട, പ്രോഗ്രാമേഴ്സ് വേണ്ട, അതൊക്കെ AI ഉപയോഗിച്ചുകൊണ്ട് വി നീഡ് മോർ പ്രോംപ്റ്റ് എഞ്ചിനീയേഴ്സ് നാവും. അപ്പം അങ്ങനെ വലിയൊരു മാറ്റത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ ഒരു ഫിയർ, എന്താ റീപ്ലേസ് ചെയ്യപ്പെടും, അതായത് ജോലി ഇല്ലാതെ ആവുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് ജോലി ഇല്ലാതെ ആവും എങ്ങനെ? ഈ സ്കിൽ സെറ്റ് നിങ്ങൾ സ്വായത്തമാക്കിയിട്ടില്ലെങ്കിൽ യു വിൽ ബി റീപ്ലേസ് ബൈ സംബഡി എൽസ്. ഇതൊരു വലിയൊരു സമസ്യയാണ്. കാരണം ഇന്ന് ഈ ലോകത്തിൽ എത്ര ശതമാനം ആൾക്കാർക്ക് തൊഴിലില്ലാതെ ആവും? ഒരു പ്രദേശം പറയുന്നത് 2 വർഷം കൊണ്ട് മോർ ദൻ 7% പീപ്പിൾ വിൽ ലൂസ് ജോബ്സ്. ഇതൊക്കെ സിനാരിയോ നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ ടെക്നോളജി ഷുഡ് ബി എൻ എനേബിളർ. ഇതിപ്പോൾ ടെക്നോളജി ഇസ് ഗോയിങ് ടു റീപ്ലേസ് ഹ്യൂമൻ സ്കിൽസ്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പിന്നെ നേസൻ സ്റ്റേജിലാണ്. Now that itself will become intelligent. Then what will happen? ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള പുതിയ കാര്യങ്ങളാണ്. അങ്ങനെ ഒരു മാറുന്ന കാലഘട്ടത്തിൽ അതിനനുസരിച്ച് മാറാൻ തയ്യാറെടുപ്പുള്ള ഒരു സംഘടനയാണ് ഞാൻ മുന്നിൽ കാണുന്നത്. നിങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു, എല്ലാവിധ ആശംസകളും നേരുന്നു. ബഹുദൂരം മുന്നോട്ട് പോകുന്നത് മാത്രം ഒരു കാര്യം കൂടി ഞാൻ പറയാം. കേരളത്തിൽ ഇന്ന് 30 ലക്ഷത്തിലധികം വരിക്കാറുണ്ട്. ഇവർക്ക് അതിനൊരു അഹന്തി ഇല്ലാത്തവരാണ് നിങ്ങൾ. വളരെ വിനയപൂർവ്വം ഞാനെന്നും പറയാറുണ്ട്, ഞാൻ പലരോടും ഞാൻ സംസാരിക്കാറുണ്ട്, ഇതെക്കാളും എത്രയോ കുറച്ച് എന്താ പറയുക സബ്സ്ക്രൈബേഴ്സുള്ള ആൾക്കാരുടെ രീതിയല്ല നിങ്ങളത്. നിങ്ങൾ മാത്രം വളർന്നാൽ പോരാ, അതോടൊപ്പം ഒരു മറ്റുള്ളവരും കൂടി വളരുന്ന മനോഭാവമുള്ളവരാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഞാൻ മാത്രം വളർന്നാൽ മതി, എനിക്ക് മാത്രം എല്ലാം മതി എന്നല്ല. നിങ്ങൾ വളർന്നതോടൊപ്പം മറ്റുള്ളവരും കൂടി കൂടെ നിർത്തി സഹായിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഞാൻ KTFൻ്റെ പ്രസിഡൻ്റായിരിക്കുമ്പോൾ ട്രായിൻ്റെ റെഗുലേഷൻസ് വന്നപ്പം വളരെയധികം നിങ്ങളായിട്ട് ഇൻട്രാക്ട് ചെയ്തു. അന്ന് ഞങ്ങളോട് സഹകരിച്ചത് ഒരൊറ്റ കേബിൾ ഓപ്പറേറ്റേഴ്സ് നിങ്ങളാണ്. അന്ന് എൻ്റെ ഓഫീസിൽ വെച്ച് നടന്ന പല ചർച്ചകളിലും ഞങ്ങൾ പറഞ്ഞത് അംഗീകരിച്ചു. പക്ഷേ പല ബ്രോഡ്കാസ്റ്റേഴ്സിനും അത് ആ രീതിയിൽ കൊണ്ടുവരാൻ സാധിച്ചില്ല. അപ്പം വളരെ ഫെയർ ആയിട്ട് ബിസിനസ് നടത്തുന്ന ആൾക്കാരാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പലപ്പോഴും മോണോപ്പൊളി ആയിക്കഴിഞ്ഞാൽ പിന്നെ സ്വഭാവം മാറും. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണക്ഷനുള്ള ആൾക്കാരാണ് നിങ്ങൾ. ഇന്ത്യയിൽ തന്നെ 4ാം സ്ഥാനത്തുണ്ട്. ഒരു പാൻ ഇന്ത്യൻ പ്രസൻസ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു. അതിനുള്ള ഒരുക്കാൻ നിങ്ങൾ നടത്തുന്നത് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ മറ്റുള്ള ഏറ്റവും വലിയ ഈ മേഖലയിൽ ഓപ്പറേറ്ററായി മാറാൻ നിങ്ങൾക്ക് സാധിക്കുന്നുള്ള ഉറപ്പും എനിക്കുണ്ട്. പക്ഷെ അങ്ങനെ മാറുമ്പോഴും ആ ഒരു ലാളിത്യവും എല്ലാവരും കൂടെ കൂട്ടി കൊണ്ടുപോകണം എന്നുള്ള ഒരു മനോഭാവവും അതാണ് ഏറ്റവും പ്രധാനം. അത് ഒരു എന്താ പറയുക, ഒരു മനുഷ്യത്വം വേണമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ മൊണോപ്പൊളി വരുമ്പോൾ ഇപ്പം രാജീവ് ഇവിടില്ല, ഇവരൊക്കെ പറയാ ഞങ്ങളൊക്കെ എന്താ കുത്തകളെന്നാണ് പറയുക. കുത്തക ആവുകൊണ്ട് ഇന്ന് ഇന്ത്യയിലെ മാധ്യമലോകം കൈകാര്യം ചെയ്യാൻ വേണ്ടി പോകുന്ന 2 സ്ഥാപനങ്ങളാണ് കുറച്ച് കൊല്ലം കഴിഞ്ഞാൽ, അദാനിയും അംബാനിയും. അല്ലേ മതവൻ? ഓൾമോസ്റ്റ് 70% they will control. അതാണ് കുത്തക എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഡെമോക്രറ്റൈസേഷനൊക്കെ പോവുകയാണ്. ചില ആൾക്കാർക്ക് എന്താണോ ലോകത്ത് അറിയിക്കേണ്ടത് അത് മാത്രം അറിയിക്കുന്ന രീതിയിലേക്ക് ഇന്ന് മാധ്യമമേഖല മാറുകയാണ്. ഇപ്പം ക്രെഡിബിലിറ്റി ഓഫ് ജേർണലിസം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇന്ന് അത് ഡൈല്യൂട്ട് താൽക്കാലിക റേറ്റിങ്ങിന് വേണ്ടി ആ ക്രെഡിബിലിറ്റി ഡൈല്യൂട്ട് ചെയ്യുന്നൊരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ ഞങ്ങളെപ്പോലത്തെ സ്ഥാപനങ്ങൾക്ക് അത് ഡൈലമിയാണ്. അതുപോലെ ഞങ്ങളാവണോ അല്ല
കുറച്ച് കഷ്ടപ്പെട്ടാലും പിടിച്ചു നിൽക്കണമെന്നുള്ളതാണ് നമ്മൾ മുമ്പിൽ ചോദ്യം. പക്ഷെ ഞാൻ പറയുന്നത് ക്രെഡിബിലിറ്റി ഓഫ് ജേർണലിസം, ഇൻറ്റഗ്രിറ്റി ഓഫ് ജേർണലിസം ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ മീഡിയ. അതിനെ കൈവിട്ട് ലാഭത്തിൻ്റെ പുറകെ മാത്രം പോയി കഴിഞ്ഞാൽ താൽക്കാലികമായ ലാഭം ഉണ്ടാക്കാം, പക്ഷേ അത് അധികം കാലം നിൽക്കില്ല. അത് ചെയ്യുക എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മൊത്തം മാധ്യമ ലോകത്തെ അതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് നോക്കാതെ വളരെ ഷോർട്ട് സൈറ്റഡ് ആയിട്ടുള്ള അപ്സ്റ്റാർട്ട്സ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളൊരു മോണോപ്പൊളി ആവുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. കാരണം നിങ്ങൾ മോണോപ്പൊളി ആണെങ്കിൽ നിങ്ങളുടെ ബിഹേവിയർ മോണോപ്പൊളിസ്റ്റ് ആയിരിക്കില്ല. നിങ്ങളൊരു ഡെമോക്രറ്റിക് ആയിട്ടുള്ള മറ്റുള്ളവർ കൂട്ടുപിടിച്ചുള്ള നല്ല സമ്പന്നരായി നിങ്ങൾ മുന്നോട്ട് പോട്ടെ. ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ എല്ലാ മേഖലകളും മുന്നോട്ട് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. നന്ദി.